ഹലോ ഗൈസ്, ഇത്ര സന്തോഷത്തോടുകൂടി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇതേ ഈ ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് പനയുണ്ട് കേട്ടോ. അവിടേക്കാന്ന് തോന്നുന്നു ആന പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ ഇവൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന്, കാരണം വന്നു കഴിഞ്ഞാൽ പോസ്റ്റാണെന്ന് അവനെ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ വരുന്നില്ലെന്ന് പറഞ്ഞവനെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. എന്തോ നല്ല സ്വഭാവത്തിന് അന്നേരത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതേ കണ്ണാശുപത്രി എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നേ. അപ്പം ചെന്ന് രണ്ടാമത്തെ നമ്പർ നമ്മളായിരുന്നു. അപ്പം തന്നെ നമ്മളെ വിളിച്ചു, കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പം എൻ്റെ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ ഇടത് കണ്ണിന് നല്ല വേദനയുണ്ടായിരുന്നു കേട്ടോ. വേദനയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും കണ്ണ് കീറിയങ്ങ് വീങ്ങും. അതുപോലെ തന്നെ രാവിലെയും നല്ല വേദനയായിരുന്നു. പകലൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, പീളയടിയുക, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ എന്നുള്ളത് അത് സത്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതും. ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു. നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണിന് കേട്ടോ. അപ്പം നമ്മളെ കൊണ്ട് അക്ഷരങ്ങളൊക്കെ വായിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാഴ്ചക്കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ അതിനകത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ഡോക്ടറിനെ കാണണം കേട്ടോ. ഡോക്ടർ വരാൻ കുറേ ലേറ്റായി. അപ്പോൾ സഫാൻ വേണ്ട പോസ്റ്റ് അടിച്ചിരിപ്പുണ്ട്. കുറേ നേരം ഞാൻ ഫോണൊക്കെ കൊടുത്തു. എങ്കിലും അവൻ ചെറിയ രീതിക്ക് പോസ്റ്റായിരുന്നു കേട്ടോ. വരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കയറി ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങളിത് തിരിച്ചിറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കണ്ണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേയിലെ പൊടിയുണ്ടല്ലോ, അപ്പോൾ ഈ പൊടിയൊക്കെ അടിച്ചിട്ട് കണ്ണിന് നല്ല വൃത്തിക്ക് ഇൻഫെക്ഷൻ ആയിപ്പോയിട്ടോ. അപ്പോൾ 2 സൈസ് മരുന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കണ്ടിന്യൂസ് നമ്മൾ ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് സഫാൻ കയറി മതിലിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഹൈവേയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും മാസ്ക് വെക്കുക, ഗ്ലാസ് വെക്കുക. പിന്നെ നമ്മൾ നേരെ കേക്ക് വേൾഡി വന്നിട്ടുണ്ടായിരുന്നു. സഫാനെ കഴിക്കാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കേക്ക് വേൾഡിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം സഫാനെ നേരെ കൊണ്ടുവന്നിട്ട് എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ വിടാൻ. അപ്പോൾ ഓക്കെ, ബൈ.